കഴിഞ്ഞ ഡിസംബർ 23-ന് ബ്രസീലിലെ സെലിഡോസ് അൻജോസിന്റെ കുടുംബത്തിൽ പതിവ് പോലെ ക്രിസ്മസ് ആഘോഷിക്കാൻ ബന്ധുക്കളെല്ലാം എത്തിച്ചേർന്നു. സെലിഡോസ് അവർക്കായി ബ്രസീലിന്റെ പരമ്പരാഗത ക്രിസ്മസ് കേക്കായ ബോലോ ഡി നാറ്റൽ ഉണ്ടാക്കിവച്ചിരുന്നു. വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന ബന്ധുക്കൾക്ക് സെലിഡോസ് കേക്ക് വിളമ്പി. ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും അത് കഴിച്ചു. പക്ഷേ ശേഷം പുറത്തുവന്ന വാർത്ത ഭക്ഷണത്തിൽ സയനൈഡ് കലർത്തി കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയ കൂടത്തായ് കേസിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. ക്രിസ്മസ് കേക്കിൽ വിഷബാധയേറ്റ് 3 പേരുടെ മരണത്തിനിടയാക്കിയ കേസിൽ ഒരു സ്ത്രീയെ ബ്രസീൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷിക്കാൻ കുടുംബത്തിൽ ഒത്തുകൂടിയ ബന്ധുക്കൾ തന്നെയാണ് മരണപ്പെട്ടത്. മരിച്ചവരുടെ ബന്ധുവായ സ്ത്രീ ഉണ്ടാക്കിയ കേക്കിൽ വിഷം കലർത്തിയത് അവരുടെ മരുമകളാണെന്ന് CNN ബ്രസീലിന്റെ റിപ്പോർട്ട് പറയുന്നു. മരണപ്പെട്ടവരുടെ രക്തത്തിൽ ആഴ്സനിക് അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തി. കേക്കുണ്ടാക്കിയ സെലിഡോസ് ആൻജോസ് എന്ന സ്ത്രീയുടെ മരുമകളെ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്രസീലിന്റെ പരമ്പരാഗത ക്രിസ്മസ് കേക്കാണ് ബോലോ ഡി നാറ്റൽ. കേക്ക് തയ്യാറാക്കിയത് സെലിഡോസ് ആൻജോസ് ആണെങ്കിലും ഇതിൽ ആഴ്സനിക് കലർന്നിട്ടുണ്ടെന്ന കാര്യം അവരും അറിഞ്ഞിരുന്നില്ല. അതിനാൽ തന്നെ 60-കാരിയായ സെലിഡോസും കേക്ക് കഴിച്ചിരുന്നു. അതേസമയം പ്രതി സംഭവത്തിന് മുൻപ് ഇന്റർനെറ്റിൽ ആഴ്സനിക്കിനെ കുറിച്ച് തിരഞ്ഞതായും കണ്ടെത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. മാത്രമല്ല, കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഭക്ഷ്യവിഷബാധയേറ്റ് യുവതിയുടെ ഭർത്താവ് മരണപ്പെട്ടിരുന്നു. അന്ന് മരണം സ്വാഭാവികമായി കണക്കാക്കപ്പെട്ടതിനാൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്നും ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു.